നമസ്കാരം. ചട്ടിയും കലവുമാകുമ്പോൾ തട്ടിയും മുട്ടിയും ഒക്കെ ഇരിക്കും. പക്ഷേ തട്ടി മുട്ടി പൊട്ടിയാൽ പിന്നെ ഓട്ടക്കലമാകും. പോരാത്തതിന് തട്ടുന്നതും മുട്ടുന്നതും പൊട്ടുന്നതും മുഴുവൻ പുറത്തു കേൾക്കാൻ കൂടി തുടങ്ങിയാൽ എങ്ങനെ ഇരിക്കുമെന്നറിയണമെങ്കിൽ പിണറായി മുഖ്യന്റെ മന്ത്രിസഭ പുകഞ്ഞു കത്തുന്നത് നോക്കിയാൽ. PM ശ്രീയിൽ തിരഞ്ഞെടുപ്പ് വന്ന് പടിവാതിലിൽ മുട്ടി വിളിക്കുമ്പോൾ പരസ്പരം ചേരി തിരിഞ്ഞ് പോര് വിളിച്ചു തുടങ്ങിയിരിക്കുകയാണ് CPI-CPM പ്രവർത്തകർ. കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് വീണ്ടും PM ശ്രീയുടെ തീ പിടിച്ചിരിക്കുകയാണ്. PM ശ്രീ പദ്ധതിയെ ചുറ്റിപ്പറ്റിയുള്ള വിവാദം ഇടതുപക്ഷ മുന്നണിക്കുള്ളിൽ തന്നെ വലിയ പിളർപ്പിനും തർക്കത്തിനും വഴിവെച്ചിരിക്കുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം PM ശ്രീ കത്തിപ്പടരുമ്പോൾ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയും CPI നേതാവ് ബിനോയ് വിശ്വവും തമ്മിലുള്ള വാക്കേറ്റം ഇപ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയ ചർച്ചകളിൽ കേന്ദ്ര വിഷയമായി മാറിയിരിക്കുകയാണ്. പിണറായി സർക്കാരിന്റെ അകത്തളങ്ങളിൽ നടക്കുന്ന ഈ പോരാട്ടം വെറും അഭിപ്രായ വ്യത്യാസമല്ല, മറിച്ച് ഈ സർക്കാർ എത്രത്തോളം അഴുക്കിലും കുഴപ്പത്തിലും മുങ്ങിയിരിക്കുകയാണെന്നതിന്റെ തെളിവാണ്. സമസ്ത രാജ്യവും PM ശ്രീ പദ്ധതിയെ സ്വാഗതം ചെയ്യുമ്പോൾ വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതിക്കായി നരേന്ദ്രമോദി സർക്കാർ ആരംഭിച്ച ഈ പദ്ധതി വിദ്യാർത്ഥികൾക്കായുള്ള സ്വപ്നം നിറവേറ്റുന്ന ശ്രമമാണെന്നത് എല്ലാവരും അംഗീകരിക്കുമ്പോൾ കേരള സർക്കാരിൽ നിന്ന് തന്നെയാണ് എതിർപ്പും കലഹവും പൊട്ടിപ്പുറപ്പെടുന്നത്. പിണറായി മുഖ്യൻ ഒരേ സമയം കാവിയുടുത്ത് പേട്ട തുള്ളുകയും ചുവപ്പ് ചുറ്റി ഉറഞ്ഞാടുകയും ചെയ്യുന്നുണ്ട്. PM ശ്രീയോട് കടക്ക് പുറത്തെന്ന് പറയാൻ ബിനോയ് വിശ്വം ആവശ്യപ്പെടുമ്പോൾ പറഞ്ഞു പക്ഷേ സ്വകാര്യമെന്നും, കത്ത് കൊടുക്കെന്ന് പറയുമ്പോൾ പറഞ്ഞാൽ മതി കൊടുക്കേണ്ട എന്നൊക്കെ മുട്ടാൻപോക്ക് ന്യായത്തിൽ പിണറായി പക്ഷം പോകുമ്പോൾ കട്ടക്കലിപ്പിലാണ് ബിനോയ് വിശ്വം. V ശിവൻകുട്ടി പറയുന്നത് കേരളം PM ശ്രീ പദ്ധതിയിൽ പങ്കെടുക്കേണ്ടതായിരുന്നു, അതുവഴി വിദ്യാർത്ഥികൾക്കും സ്കൂളുകൾക്കും വലിയ നേട്ടം ലഭിക്കുമായിരുന്നു എന്നാണ്. എന്നാൽ അതേസമയം കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീ പദ്ധതി കേരളത്തിന്റെ വിദ്യാഭ്യാസ സ്വാതന്ത്ര്യത്തെ കുറയ്ക്കുമെന്ന് ബിനോയ് വിശ്വം. അതിനോട് നേരെ വിരുദ്ധ നിലപാടിലാണ് നിലകൊള്ളുന്നത്. PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാനം കേന്ദ്രത്തിന് കത്തയച്ചതിനു പിന്നാലെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നടത്തിയ പ്രതികരണത്തിൽ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിക്ക് അതൃപ്തിയുമായി. കത്തയച്ചത് LDF രാഷ്ട്രീയത്തിന്റെ വിജയമാണെന്ന് ബിനോയ് വിശ്വത്തിന്റെ പ്രസ്താവന കണ്ടുവെന്നും കത്ത് ആരുടെയും വിജയത്തിന്റെയും പരാജയത്തിന്റെയും പ്രശ്നമല്ല എന്നും V ശിവൻകുട്ടി പറഞ്ഞു. വിഷയത്തിൽ ആരെങ്കിലും ഇടപെട്ടതുകൊണ്ട് ഒരു കൂട്ടരുടെ പരാജയവും മറ്റൊരു കൂട്ടരുടെ വിജയവുമായി വിശ്വസിക്കുന്നില്ല എന്നുമുള്ള നിലപാടിലാണ് ശിവൻകുട്ടി സഖാവ്. ജവഹർലാൽ നെഹ്റു മകൾ ഇന്ദിരയ്ക്ക് അയച്ച കത്താണ് ലോകം കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു കത്ത്. അത് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാണെന്ന നിലയിലും ചിലർ വിലയിരുത്തുന്നു. ഇടതുപക്ഷ രാഷ്ട്രീയം നന്നായി CPI-ന് അറിയാം. SSK ഫണ്ട് കേരളത്തിന്റെ അവകാശമാണ്, അതാരുടെയും ഔദാര്യമല്ല എന്നും V ശിവൻകുട്ടി തുറന്നടിച്ചു. അതോടെ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നതിന് മുൻപ് പാർട്ടിയിൽ നിന്ന് വീണ്ടും വിഭാഗീയതയുടെ അലർച്ച ഉയർന്നു കഴിഞ്ഞു എന്നതാണ് സാരം. ഇങ്ങനെ ഒരേ മുന്നണിയിലുള്ള രണ്ട് പാർട്ടി നേതാക്കന്മാരും പൊതുവേദിയിൽ തന്നെ ഏറ്റുമുട്ടുമ്പോൾ ഇതാണോ ഭരണ സംവിധാനം, ഇതാണോ ഇടതുപക്ഷത്തിന്റെ ഐക്യം എന്ന് ജനങ്ങൾ ചോദ്യം ഉന്നയിച്ചു തുടങ്ങി. PM ശ്രീ പദ്ധതി എന്നത് ഇന്ത്യയിലെ സ്കൂളുകൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും സ്മാർട്ട് ക്ലാസ് മുറികൾ, നൂതന പഠന രീതികൾ വരെയും ഉറപ്പാക്കാനുള്ള ചരിത്രപരമായൊരു പദ്ധതിയാണ്. രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളും കേന്ദ്രത്തിന്റെ സഹായത്തോടെ ഈ പദ്ധതി നടപ്പാക്കുമ്പോൾ കേരളം മാത്രമാണ് രാഷ്ട്രീയ അഹങ്കാരത്തിനും പാർട്ടിയുടെ പിളർപ്പിനെ തടയാനും വേണ്ടി അതിനെ തടഞ്ഞു നിർത്തുന്നത്. മോദി സർക്കാർ എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യമായി വികസന പദ്ധതികൾ നൽകുമ്പോൾ പിണറായി സർക്കാർ അതിൽ പലതിനെയും കേന്ദ്ര ഇടപെടൽ എന്ന് വിളിച്ച് ജനങ്ങൾക്ക് ലഭിക്കേണ്ട ഗുണം പോലും നിഷേധിക്കുന്നു. ഇതാണോ ജനങ്ങളോടുള്ള നീതി? ഇതാണോ പാവപ്പെട്ടവന്റെ സർക്കാർ എന്ന് അഭിമാനിക്കുന്ന പിണറായി നയിക്കുന്ന സംസ്ഥാനത്തിന്റെ യഥാർത്ഥ മുഖം? ഇന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം പോലും അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുകയാണ്. സ്കൂളുകൾ പൂട്ടിപ്പോകുന്നു, അധ്യാപക നിയമനങ്ങളിൽ അഴിമതി ആരോപണങ്ങൾ, +1 പ്രവേശനത്തിൽ നിന്നും സർവകലാശാല നിയമനങ്ങളിൽ വരെ രാഷ്ട്രീയ കയ്യേറ്റം. ഈ ദുരവസ്ഥയെ PM ശ്രീ പദ്ധതി വഴി കിട്ടുന്ന പണം കൊണ്ട് ഓട്ട അടയ്ക്കാൻ പിണറായി സർക്കാർ ശ്രമം നടത്തി. എന്നാൽ അതിനെതിരെ കൂട്ടത്തിൽ നിന്നുള്ളവർ തന്നെ കല്ലെറിഞ്ഞതോടെ കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോയി എന്ന് വേണം മനസ്സിലാക്കാൻ. മോദി സർക്കാരിന്റെ PM ശ്രീ പദ്ധതി സ്വീകരിച്ച സംസ്ഥാനങ്ങൾ വിദ്യാഭ്യാസ നിലവാരത്തിൽ മുന്നേറുകയാണ്. രാജസ്ഥാനിൽ നിന്നും ഉത്തർപ്രദേശ് വരെ സ്കൂളുകൾ നവീകരണത്തിലൂടെ കുട്ടികൾക്ക് പുതിയ പഠനാനുഭവം ലഭിച്ചു. പക്ഷേ കേരളം മാത്രം കേന്ദ്രം നൽകിയാൽ സ്വീകരിക്കില്ല എന്ന മനോഭാവത്തിൽ ജനങ്ങളെ പിന്നോക്കത്തിലാക്കി. പിണറായി സർക്കാരിനുള്ളിൽ ഇത്തരത്തിലുള്ള പൊട്ടിത്തെറികൾ നടക്കുന്നത് സർക്കാരിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതിന്റെ തെളിവാണ്. മന്ത്രിമാർ തമ്മിൽ ആശയവിനിമയമില്ല, ഏകോപനമില്ല. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനു പകരം അവർ തമ്മിൽ വാദിക്കുകയാണ്. ഇതോടെയാണ് ചോദ്യങ്ങൾ ഉയരുന്നത്. കേരളം വികസന പദ്ധതികളിൽ നിന്നും തള്ളിപ്പോകുന്നതിന് പിന്നിൽ ആരുടെ രാഷ്ട്രീയ അഹങ്കാരമാണ്? കേന്ദ്രം നൽകുന്ന ധനസഹായം പോലും ഉപയോഗപ്പെടുത്താതിരിക്കുമ്പോൾ ജനങ്ങളുടെ, കുട്ടികളുടെ ഭാവി ആരാണ് സംരക്ഷിക്കുക? മോദി സർക്കാരിന്റെ പദ്ധതികൾ ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്തെ മാറ്റിമറിക്കുന്നതായാണ് വിദഗ്ധർ പോലും അഭിപ്രായപ്പെടുന്നത്.
സ്മാർട്ട് പഠന രീതി, നൈപുണ്യ വികസനം, ഡിജിറ്റൽ സൗകര്യങ്ങൾ ഇതെല്ലാം PM-ശ്രീ പദ്ധതിയുടെ വാഗ്ദാനങ്ങളാണ്. പക്ഷെ പിണറായി സർക്കാർ ഈ ഗുണങ്ങൾ രാഷ്ട്രീയ നിലപാടിനു വേണ്ടി ഉപേക്ഷിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ വേണമെന്ന് നിർബന്ധിക്കപ്പെടും. PM-ശ്രീ പദ്ധതിയെ ചുറ്റിപ്പറ്റിയുള്ള ഈ തർക്കം വെറും അഭിപ്രായ വ്യത്യാസമല്ല. ഇത് കേരള സർക്കാരിന്റെ അഴിമതിയും അയോഗ്യതയും തുറന്നുകാട്ടുന്ന വലിയ തെളിവാണ്. വികസനം തടഞ്ഞുകൊണ്ട് രാഷ്ട്രീയം നടത്തുന്നത് ജനങ്ങളുടെ നഷ്ടമാണ് എന്ന് നേതാക്കൾ ഓർത്താൽ നല്ലത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച